ഞാനിപ്പോൾ ഒരു സൗണ്ട് കേൾപ്പിച്ചു തരാം. നമ്മൾ ഈ സൗണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡെയിലി കേൾക്കുന്ന ഒരു സൗണ്ടാണ്. ഇപ്പോൾ കേൾപ്പിച്ചു തരാം. ഈ ഒരു സൗണ്ട് ഇതെന്ന് പറയുന്ന ഒരു ബീപ്പ് സൗണ്ടാണ്. എന്താണ് ഈ സൗണ്ട്? അല്ലെങ്കിൽ ഇത് നമ്മൾ ഒട്ടുമിക്ക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യം നമ്മുടെ വാച്ചിൽ വരെ, നമ്മുടെ മൊബൈലിൽ, സൂപ്പർ മാർക്കറ്റിൽ, അതുപോലെ തന്നെ എല്ലായിടത്തും നമ്മളൊരു ഒരു ഒരു വാണിംഗ് പോലെ കേൾക്കുന്ന ഒരു സൗണ്ടാണ് ഈ ബീപ്പ് സൗണ്ട്. എന്താണ് ഈ ബീപ്പ് സൗണ്ട്? എങ്ങനെ ഉടലെടുത്തു? എവിടെ ഉടലെടുത്തു? എന്തിനു ഉപയോഗിക്കുന്നു? ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു ബീപ്പ് സൗണ്ട് ഒരു മുന്നറിയിപ്പിൻ്റെ സൗണ്ടാണ്. മുന്നറിയിപ്പ് പോലെ കേൾക്കുന്ന ഒരു സൗണ്ടാണ് ബീപ്പ് ബീപ്പ് എന്നുള്ളൊരു സൗണ്ട്. ആശുപത്രികളിലെ യന്ത്രങ്ങൾ മുതൽ അല്ലെങ്കിൽ ടെലിഫോണിൽ, ലാപ്ടോപ്പിൽ, മുമ്പേ പറഞ്ഞുള്ള എല്ലാ ഒട്ടുമിക്ക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ നമ്മൾ കേൾക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരു വാർണിംഗ് തരുന്ന, നമുക്കൊരു മുന്നറിയിപ്പ് തരുന്ന ഒരു സൗണ്ടാണ് ബീപ്പ് സൗണ്ട്. ഈ ഒരു ബീപ്പ് സൗണ്ട് നമ്മുടെ ഈ ലോകത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 100 വർഷങ്ങളോളമായി. ഗ്രീൻവിച്ച് ടൈം സിഗ്നൽ എന്നറിയപ്പെടുന്ന BBC-യുടെ ബീപ്പ് അല്ലെങ്കിൽ പിപ്സ് 2008 സെപ്റ്റംബർ 17 രാവിലെ 8 മണി BBC-യുടെ ടുഡേ പ്രോഗ്രാം കേൾക്കാൻ കാത്തിരിക്കുന്നവർക്ക് എന്തോ ഒരു പിശക് തോന്നി. ബീപ്പ് ശബ്ദം കേൾക്കുവാൻ കുറച്ച് വൈകി. അല്പസമയത്തിന് ശേഷം അവ മുഴങ്ങുകയും ചെയ്തു. 6 അല്ല, 7 പ്രാവശ്യമാണ് അന്ന് ബീപ്പ് ശബ്ദം കേട്ടത്. വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന ആ ഒരു ബീപ്പ് ശബ്ദം ചർച്ച ആവുകയായിരുന്നു. ഗ്രീൻവിച്ച് ടൈം സിഗ്നൽ 6 സെക്കൻഡ് മാത്രമാണ് വൈകിയത്. ഉടൻ തന്നെ അവതാരകനായ ജോൺ ഹംഫ്രീസ് ഇത് വീണ്ടും കേൾപ്പിച്ചു. ശരിയാണ്, 6 അല്ല, 7 തവണ ഇത്തവണ അടിച്ചു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിൻ്റെ ടൈം ഗ്രീൻവിച്ച് ടൈം സിഗ്നലായിരുന്നു. ആ ബീപ്പ് സൗണ്ട് ഉപയോഗിച്ചിട്ടായിരുന്നു പലരും വാച്ചിലെ സമയങ്ങൾ കൃത്യമാക്കിക്കൊണ്ടിരുന്നത്. ജ്യോതി ശാസ്ത്രജ്ഞനായ ഫ്രാങ്ക് വാട്സൺ ഡൈസൺ, BBC മേധാവിയായിട്ടുള്ള ജോൺ റീത്ത് എന്നിവരുടെ ഒരു ആശയമായിരുന്നു ഈ ബീപ്പ് ശബ്ദം അഥവാ പിപ്സ്. ഗ്രീൻവിച്ച് ടൈം സിഗ്നൽ എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും ജനങ്ങൾക്കിടയിൽ പിപ്സ് എന്നുള്ള ഒരു പേരിലാണ് ഇത് അറിയപ്പെട്ടത്. റോയൽ ഗ്രീൻവിച്ച് ഒബ്സർവേറ്ററിയിൽ സ്ഥിതി ചെയ്യുന്ന 2 മെക്കാനിക്കൽ ക്ലോക്കുകളായിരുന്നു ഈ ശബ്ദത്തിന് പിന്നിൽ. അവയുടെ പെൻഡുലത്തിൽ ഘടിപ്പിച്ചിരുന്ന ഉപകരണം ഓരോ സെക്കൻഡിലും സിഗ്നലുകൾ അയച്ചുകൊണ്ടേയിരുന്നു. ആ സിഗ്നലുകളെ ബീപ്പ് ശബ്ദങ്ങളാക്കി മാറ്റുകയായിരുന്നു. ഈ ക്ലോക്കുകൾക്കുണ്ടാകുന്ന തകരാർ BBC-യുടെ സമയക്രമം മാറ്റാതിരിക്കുവാൻ വേണ്ടി 2 ക്ലോക്കുകളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. റോയൽ ഗ്രീൻവിച്ച് ഒബ്സർവേറ്ററി 1957 ഹെർസ്റ്റ് മോൺസിക്സിലേക്ക് മാറി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇലക്ട്രോണിക് ക്ലോക്കുകൾ വന്നു. കൃത്യതയ്ക്കായി അവിടെ നിന്നും നേരിട്ട് 2 ലൈനുകൾ BBC-യിലേക്കും കൂടെ എടുത്തു. പക്ഷേ ഇപ്പോൾ കൃത്യതയ്ക്കായി നമ്മൾ ആറ്റോമിക് ക്ലോക്കുകളെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഡ്രോയിറ്റ്വിച്ച് AM ട്രാൻസ്മിറ്ററുകളിൽ നിന്ന് 160 കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഇപ്പോൾ BBC-യിലേക്ക് ഈ ഒരു സിഗ്നലുകൾ എത്തുന്നത്. BBC ടെലിവിഷൻ സർവീസിലേക്കും ഈ ശബ്ദമെത്തി. 1960-കളിൽ അത് പിൻവലിക്കുകയും ചെയ്തു. ഇന്ത്യ, US, ബ്രസീൽ, ഫ്രാൻസ്, അർജന്റീന, കാനഡ, ചൈന, ഈജിപ്റ്റ്, ജർമ്മനി തുടങ്ങിയ 40ഓളം രാജ്യങ്ങളിലെ റേഡിയോ സ്റ്റേഷനുകളിൽ ഈ ഗ്രീൻവിച്ച് ടൈം സിഗ്നലിന് സമാനമായിട്ടുള്ള സിഗ്നലുകൾ ഉപയോഗിക്കുന്നുണ്ട്. പലരും വാച്ചിലെ സമയം ക്രമീകരിക്കുവാൻ വേണ്ടി ഈ ഗ്രീൻവിച്ച് ടൈം സിഗ്നൽ ഉപയോഗിച്ചിരുന്നുവെങ്കിലും അത് അത്രയ്ക്ക് ആക്യുറസി ഒന്നുമല്ലായിരുന്നു. ഈ BBC-ക്കും മുൻപ് തന്നെ ഈ ബീപ്പ് ശബ്ദം പണ്ടേ മുഴങ്ങിയിരുന്നു. ശരിക്കും ശാസ്ത്ര പുരോഗതിയുടെ ഒരു മുഴക്കം തന്നെയായിരുന്നു ഈ ബീപ്പ് സൗണ്ട്. ഏകദേശം 1830 മുതൽ ഈ ബീപ്പ് ശബ്ദം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവായിരുന്നു. 1830-കളിൽ സാമുവൽ മോഴ്സും ആൽഫ്രഡ് വെയിലും വികസിപ്പിച്ചെടുത്തിട്ടുള്ള മോഴ്സ് കോഡിൽ നിന്നാണ് ഈ ബീപ്പ് ശബ്ദത്തിന്റെ തുടക്കം. ഹ്രസ്വവും നീണ്ടതുമായ ഈ ബീപ്പ് ശബ്ദങ്ങളിൽ നിന്നും നിരവധി ഡോട്ടുകളും ഡാഷുകളും അവർ ഉപയോഗിച്ചു. ടെലിഗ്രാഫിയിലും ആദ്യകാല റേഡിയോ ആശയവിനിമയ രംഗത്തും ആ ഒരു കോഡ് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഒരു സിഗ്നലോ അല്ലെങ്കിൽ ഒരു സന്ദേശമോ സൂചിപ്പിക്കുവാൻ ഒരു സൗണ്ട് ഉപയോഗിക്കുക എന്നിട്ടുള്ള ഒരു ആശയം 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാല ടെലിഗ്രാഫ് സിസ്റ്റങ്ങളിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. ടെലിഗ്രാഫ് ഓപ്പറേറ്റർമാർ ദൂരദേശ സന്ദേശങ്ങൾ അയക്കുന്നതിനായി ബീപ്സ് ഉൾപ്പെടെയുള്ള സിഗ്നലുകൾ ഉപയോഗിച്ചു. പക്ഷേ ഈ ബീപ്പ് എന്നിട്ടുള്ള ഒരു പേര് അന്നും അകന്നു തന്നെ നിൽക്കുകയായിരുന്നു. ടെലിഫോൺ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചപ്പോൾ കോളുകളുടെ നിലയും ഈ കണക്ഷന്റെ നിലയും ഒക്കെ സൂചിപ്പിക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള ശബ്ദങ്ങൾ അവർ അനുകരിച്ചു അല്ലെങ്കിൽ ഉപയോഗിച്ചു. ഒരു കോളിന്റെ ആരംഭമോ അല്ലെങ്കിൽ അവസാനമോ സൂചിപ്പിക്കുവാൻ വേണ്ടി ഒരു ബീപ്പ് ശബ്ദം ഉപയോഗിക്കാമെന്ന് അവർ കണ്ടുപിടിച്ചു. ശരിക്കും കാർ ഹോണുകളെയാണ് ആദ്യകാലത്ത് ബീപ്പ് എന്നിട്ടുള്ള സൗണ്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. 1929-ലാണ് ആ ഒരു വാക്ക് പ്രചാരത്തിലേക്ക് വരുന്നത് തന്നെ. ഇലക്ട്രോണിക് ഉപകരണം പുറപ്പെടുവിക്കുന്ന ആ ഒരു ശബ്ദത്തെ ബീപ്പ് എന്ന് പറഞ്ഞത് തന്നെ
സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനായിട്ടുള്ള ആർതർ ക്ലാർക്കാണ്. 1951 നോവലായ ദ സാൻസ് ഓഫ് മാർസിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇലക്ട്രോണിക് ടോൺ വിശദീകരിക്കുവാൻ വേണ്ടി ബീപ്പ് എന്നിട്ടുള്ള ആ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. 1957 ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1ന്റെ ബീപ്പിംഗ് ലോക ശ്രദ്ധ ആകർഷിച്ചു. ഈ ലളിതമായ ശബ്ദം മനുഷ്യന്റെ നേട്ടത്തിന്റെയും ബഹിരാകാശ യുഗത്തിന്റെയും തുടക്കത്തിന്റെ ഒരു ശബ്ദമായി മാറി. 1960കളിൽ ടച്ച് ടോൺ ടെലിഫോണുകൾ അവതരിപ്പിച്ചതോടുകൂടി പരമ്പരാഗത റോട്ടറി ഡയലിംഗ് സംവിധാനത്തിന് പകരമായി ഒരു കൂട്ടം ഡ്യുവൽ ടോൺ മൾട്ടി ഫ്രീക്വൻസി സിഗ്നലുകൾ വന്നു. ഓരോ ബട്ടൺ അമർത്തുന്നതും 2 ആവൃത്തികളുടെ സവിശേഷമായിട്ടുള്ള ഒരു സംയോജനം സൃഷ്ടിച്ചു. ഇതിന്റെ ഫലമായി ഓരോ കീക്കും ഓരോ ബീപ്പ് സൗണ്ടുകൾ വരികയും ചെയ്തു. 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ പേജർ നിലവിൽ വന്നപ്പോൾ ഈ ബീപ്പ് ശബ്ദങ്ങൾ വീണ്ടും ജനപ്രീതി നേടി. ഇൻകമിംഗ് സന്ദേശങ്ങളോ കോളുകളോ ജനങ്ങളെ അറിയിക്കുവാൻ വേണ്ടി വളരെ ലളിതമായിട്ടുള്ള ഈ ഒരു ബീപ്പ് ശബ്ദം അവർ ഉപയോഗിച്ചു. പിന്നീട് ഇത് ബിസിനസ്, മെഡിക്കൽ മേഖലകളിൽ സജീവമായി തന്നെ തുടർന്നു. കമ്പ്യൂട്ടറുകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കൂടുതൽ പ്രചാരത്തിലായതോടുകൂടി എറർ അലേർട്ടുകൾ, സിസ്റ്റം അറിയിപ്പുകൾ, കീപാഡ് ഫീഡ്ബാക്ക് തുടങ്ങിയ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കായി ബീപ്പ് സൗണ്ട് വീണ്ടും ഉപയോഗിച്ചു തുടങ്ങി. കോൾ നോട്ടിഫിക്കേഷനുകൾ, ടെക്സ്റ്റ് മെസ്സേജ് അലേർട്ടുകൾ, കീപാഡ് ടോണുകൾ ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മൊബൈൽ ഫോണുകളിൽ ഈ ബീപ്പ് സൗണ്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ശബ്ദങ്ങൾ ഫീഡ്ബാക്കുകൾ നൽകുവാനും ഉപഭോക്താക്കളെ മുന്നറിയിപ്പ് നൽകുവാനും ഇപ്പോഴും ഉപയോഗിക്കുന്നു.